ഹലോ, നമസ്കാരം. എല്ലാവർക്കും കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള VFA നെ കുറിച്ച് പറയാനാണ്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ കുറിച്ച് പറയാന്. ഡിസംബർ 15 കേരള PSC പുറത്തുവിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജാനുവരി 14 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. PSC ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു വമ്പൻ അവസരമാണ് ഇവർക്ക് വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം VFA എക്സാം നടത്തിയിട്ട് 1604 നിയമനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എക്സാം നടത്തലും അതുപോലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നിയമനം ഉണ്ടായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നിയമനം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ നിന്നായിരുന്നു ഏറ്റവും കുറവ് നിയമനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 2023-24 കഴിഞ്ഞ VFA എക്സാം നടന്നത്. അതുപോലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതും. എന്നിട്ടും 2026-27 ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുക. അതായത് 2027 ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോഴേക്കാണ് ആ ഒരു കാലാവധി തീരുക. അങ്ങനെ ഈ ഒരു കാലാവധി, അതായത് ഒരു വർഷം കൂടി കാലാവധി ഉണ്ടായിരിക്കാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പിന്നെയും കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 2027 ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഓരോ റാങ്ക് ലിസ്റ്റ്, ഓരോ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ കാലാവധി തീർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് കാലാവധി തീർന്നാൽ നാളെ വീണ്ടും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ, എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് VFAന്റെ പോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയാണ് ഒരു PSC ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ നേട്ടമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ സിലബസ് വരുന്നത് LDCന്റെ നോർമൽ സെയിം സിലബസ് തന്നെയാണ് ഈ ഒരു VFA എക്സാം എഴുതാനും വരുന്നത്. ആ ഒരു സിലബസ് പഠിച്ചാൽ മതി VFA എക്സാം എഴുതാന്. അതുപോലെ ഇങ്ങനെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LDC പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ സമയം 3 അവസരങ്ങളാണ് കൈവരുന്നത്. കാരണം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം എഴുതാം, അതുപോലെ കമ്പനി ബോർഡ് LGSന്റെ എക്സാം എഴുതാം, അതുപോലെ BOC LDCന്റെ എക്സാം എഴുതാം. 2025 വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് കമ്പനി ബോർഡ് LGSന് വേണ്ടി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഒരു 2025 വന്നിട്ടുള്ള ആ ഒരു കമ്പനി ബോർഡ് LGSന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കും ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റിലോട്ടുള്ള എക്സാം എഴുതാവുന്നതാണ്. കാരണം നിങ്ങൾക്കും വരുന്ന സിലബസ് LDCന്റെ സിലബസ് തന്നെയാണ് നിങ്ങളും കവർ ചെയ്യുന്നത്. സോ നിങ്ങൾക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് എന്ത് ചെയ്യാം, ആ ഒരു എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അതാണ് ഈ ഒരു സിലബസ് ആണ്. അതായത് LDSന്റെ സെയിം സിലബസ് ആണ് VFAക്കും വരുന്നത്. ഇനി ഒരു VFAനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, VFA റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അതുപോലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. സാലറി വരുന്നത് 23,700 രൂപ മുതൽ 52,600 രൂപ വരെയാണ് സാലറി വരുന്നത്. ഏജ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇവിടെ SC ST കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്, അതായത് 10th ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റിയ എക്സാം ആണ് ഈ ഒരു VFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 10th ക്വാളിഫിക്കേഷൻ വെച്ച് നല്ലൊരു സ്റ്റാറ്റസിൽ ഒരു ജോലി വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു എക്സാമോട് കൂടിയിട്ട് PSC ഫോക്കസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സിലബസും സെയിം ആണ്. അതായത് LDCനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒന്നും കൂടി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കയറാവുന്നതാണ്. സോ അപ്പോൾ എല്ലാവരും ഇതുവരെ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. അടുത്ത മാസം 14 വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുവരെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.